പിന്നെ വേറൊരു തെറ്റിദ്ധാരണയാണ് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ ഒരുപാട് വെള്ളം കുടിക്കാൻ പാടില്ല, പിന്നെ തിളച്ച വെള്ളത്തിൽ കുളിക്കണം എന്നുള്ളതൊക്കെ. അതൊക്കെ തികച്ചും അശാസ്ത്രീയമാണ്. കാരണം അവർ നന്നായിട്ട് വെള്ളം കുടിക്കണം. ആ വെള്ളം കൂടിയാണ് അവരുടെ ഒരു ബ്രസ്റ്റ് മിൽക്കിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ. അതേപോലെ തന്നെ ഈ തിളച്ച വെള്ളം കൊണ്ടുള്ള കുളി എന്ന് ഉദ്ദേശിക്കുന്നത് ആ സ്ത്രീക്ക് താങ്ങാവുന്ന ചൂടിന്റെ ആവശ്യമേ ഉള്ളൂ. അതാണ് അവരുടെ ശാസ്ത്രീയമായ ഒരു രീതി താനും. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ചാണ് നമ്മൾ ഒരു പ്രൊഫഷണലിനെ കണ്ടിട്ട് ഇതേപോലെ അവരുടെ കംപ്ലയിന്റ്സും അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിച്ച് ഒരു വ്യക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത്. നമ്മൾ ന്യൂ മോംസിനും ന്യൂ ബോൺ ബേബീസിനെ കെയർ ചെയ്യുന്ന രീതിയിൽ അത് ഒരിക്കലും ഒരു കഷ്ടപ്പാടല്ല. ചിലർ അത് പറയും അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് നമ്മൾ ചെയ്താലേ നമ്മുടെ ആ ശരീരത്തിൽ വരുന്ന ആ വ്യത്യാസങ്ങളും അവർക്ക് ആ ഫിസിക്കലി മെന്റലി വരുന്ന ആ റിലീഫിന്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റ്സ് എപ്പോഴും ചെയ്യുമ്പോൾ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ആയുർവേദിക് ഫിസിഷ്യനെ കണ്ടിട്ട് അവരുടെ ഉപദേശം കേൾക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.